അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നീതു. ഞാനൊരു ഹിന്ദുവാണ്. കലവൂരാണ് വീട്. 2023 തൊട്ട് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പം ആ ടൈമിലൊക്കെ ഞാൻ ഒത്തിരി എക്സാമൊക്കെ എഴുതുന്നുണ്ട്, നല്ല മാർക്കുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആ മാർക്ക്, ഇതൊരു ജോലിക്ക് വേണ്ടി കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിട്ട് പോലും എനിക്ക് ജോലി കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം ഈ റീസെൻ്റായിട്ട് എഴുതിയ നല്ല എക്സാമിനൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് എൻ്റെ പരിചയത്തിലുള്ളൊരു സിസ്റ്റർ പറഞ്ഞ്, നീ ഉടമ്പടി എടുക്ക്, കൃപാസനത്തിൽ ചെല്ല്, അവിടെ ചെന്ന് നിൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്ക്, നിനക്കിത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞ്. പക്ഷേ സിസ്റ്റർ ഇത് എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്കൊട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ കഴിവിലായിരുന്നു വിശ്വാസം. ഞാൻ എഴുതുന്ന എക്സാമിനൊക്കെ എനിക്ക് മാർക്ക് കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനും ഉടമ്പടി എടുക്കണമെന്നായിരുന്നു എൻ്റെ ചിന്ത. അപ്പം എനിക്കത് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞും എക്സാമിന് എനിക്ക് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് കിട്ടിയിട്ട് പോലും ഫൈനൽ കീ വരുമ്പോൾ എൻ്റെ ആൻസേഴ്സ് എല്ലാം ക്യാൻസലായി പോവുകയാണ്. അങ്ങനെ അതായത് തുടർച്ചയായിട്ട് 2 എക്സാമിനും നല്ല മാർക്ക് കിട്ടിയിട്ടും എനിക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി, ഇനി എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല, എനിക്കിനൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, സിസ്റ്റർ പറഞ്ഞ പോലെ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാനിവിടെ ഒരു സെപ്റ്റംബർ, അതായത് 2024 സെപ്റ്റംബർ മാസത്തിൽ ഞാനിവിടെ വന്ന്, അപ്പം സിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് ഞാൻ വന്ന് ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോരുത്തർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ ആ സമയത്ത് കൂടുതലും കേട്ടുകൊണ്ടിരുന്നത്. അപ്പം അവർ ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പം അവർക്ക് അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ PSC എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു കേസിൻ്റെ വിധി നടക്കുകയാണ്. പക്ഷെ ആ വിധി വരുന്നില്ല, താമസിക്കുക. ചോദിക്കുമ്പോൾ സാറന്മാർ പറയുന്നത് ആ വിധി വരില്ല, വർഷങ്ങൾ നീണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വിധി വരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാനപ്പോൾ ഇവിടെ ഇരുന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റണം. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആലോചിച്ചു, അയ്യോ, ഞാൻ മാതാവിന് കൊടുത്ത ഡേറ്റ് ഒത്തിരി അടുത്ത് പോയല്ലോ, ഇത്തിരി കൂടി നീട്ടി കൊടുക്കേണ്ടതായിരുന്നു മാതാവിന്. കാരണം ഇത്ര പെട്ടെന്ന് മാതാവിന് അത് സാധിച്ചു തരാൻ പറ്റുമോ? പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ആ റിസൾട്ട്, ഞങ്ങളുടെ ആ കേസിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വരികയായിരുന്നു. ആ സമയത്ത് എനിക്ക് മാതാവിനോട് വിശ്വാസം കൂടി. കാരണം വരത്തില്ല എന്ന് പറഞ്ഞ വിധിയാണ് വന്ന്, ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ആ വിധി അറിയാൻ പറ്റി. അങ്ങനെ എനിക്ക് വിശ്വാസം കൂടി. അതിനുശേഷമാണ് ഞാൻ 2024 ഒക്ടോബർ 1 ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത്. അപ്പം ആ സമയത്ത് ഞാനിവിടെ വന്ന് ക്ലാസ്സിലൊക്കെ ഇരുന്ന് അച്ഛൻ പറയുന്ന പോലെ നല്ല രീതിയിൽ ആദ്യത്തെ 1-2 ആഴ്ച നല്ല രീതിയിൽ ഉടമ്പടിയെല്ലാം പാലിച്ചുകൊണ്ട് പോയി. പിന്നെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഉടമ്പടിയിൽ ഞാൻ വീഴ്ചകളൊക്കെ വരുത്താൻ തുടങ്ങി, പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം ആ സമയം ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ സ്വപ്നങ്ങളിൽ മാതാവ് ഇങ്ങനെ വന്നിട്ട് പറയും, നീ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്ക് നിനക്ക് തരണമെന്നുണ്ട്, പക്ഷെ നീ ഉടമ്പടി നന്നായിട്ട് പാലിക്കണം. വീണ്ടും ദിവസങ്ങളിൽ ഞാൻ ആ സ്വപ്നം തന്നെ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി, നിനക്ക് തരണമെന്നുണ്ട്, നീ നിൻ്റെ ഉടമ്പടി നന്നായിട്ട് പാലിക്കണമെന്ന്. അപ്പം ഞാനത് ഗവനിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ വെളുപ്പിനെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പം എനിക്ക് പ്രാർത്ഥന കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. ഒരു 10-15 മിനിറ്റത്തെ പ്രാർത്ഥനയാണെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ഞാൻ ശരിക്കും വെട്ടി വീർത്ത്, എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും ഒന്നും എനിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ഞാൻ ആ തറയിൽ തളർന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് മനസ്സിലായി, ഇത് മാതാവിൻ്റെ ഇടപെടലാണ്. മാതാവ് എനിക്കത് തരാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ വീഴ്ച മൂലമാണ് എനിക്കതിലൊരു തടസ്സം വരുന്നതെന്ന്. ആ തിരിച്ചറിവ് എനിക്കുണ്ടായ നിമിഷം തന്നെ മാതാവിനോട് എൻ്റെ തെറ്റുകളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ഉടമ്പടി ഞാൻ അവിടെ തുടങ്ങുകയാണ്. അതിന് മുമ്പ് വരെയും ഈ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, അതായത് PSC പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ നോക്കുന്നത് കൊണ്ട് സമയം പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാൻ പറയുമ്പം എനിക്കത് വലിയ വിഷമമായിട്ട് വന്നു. കാരണം ഞാനത് പഠിച്ചാലല്ലേ എനിക്ക് കിട്ടുമെന്നായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉടമ്പടി നന്നായിട്ട് മുന്നോട്ട് പോകും തോറും ഞാൻ ആ സമയം നോക്കാതെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഏകദേശം 1 മണിക്കൂറിൽ കൂടി ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്ന്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ മാതാവിനോടും കർത്താവിനോടും ബൈബിളിനോടും കൂടുതൽ അടുക്കുകയായിരുന്നു. എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുമായിരുന്നു. അപ്പം ഞാൻ അതായത് എപ്പോഴും പോലെ പഠിക്കുന്ന പോലെ പഠിക്കാതെ കുറച്ചധികം നേരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരും എനിക്ക് ചുറ്റുമുള്ളവരൊക്കെ പറയും, നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, നീ പഠിക്കുന്നതല്ലേ, നീ പഠിക്കുക, അല്ലാതെ വെറുതെ പള്ളിയിൽ പോയി നടക്കാതെ പത്രങ്ങളൊക്കെ വിറ്റ് നടക്കാതെ നീ സമയം കളയാതെ ഇത് പഠിക്കാൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് മാതാവിലുള്ള വിശ്വാസമാണ് ഞാൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ്. അതിനുശേഷം ഞാൻ ഈ പത്രങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് വീട്ടിൽ വരുന്ന സമയം വരെയും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിച്ച് എല്ലാവർക്കും പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യ സമയങ്ങളിൽ എനിക്ക് പത്രം കൊടുക്കാനും നല്ല മടിയായിരുന്നു. കാരണം പുറത്തോട്ട് ഇറങ്ങാത്ത എനിക്ക് അത് മറ്റുള്ളവരിൽ എത്തിച്ച് കൊണ്ട് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പം ഇവിടെ വന്ന സമയത്ത് ഒരു അപ്പച്ചന പറഞ്ഞത്, നീ പത്രം കൊടുക്കുമ്പോഴത്തേക്കും നിനക്കറിയാത്ത ആൾക്കാരുടെ ഇടയിൽ വേണം മാതാവിനെ അറിയിക്കാനായിട്ട്, മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടിയത് അറിയിക്കേണ്ടത് അങ്ങനെയാണെന്ന് പറഞ്ഞ്. ആ സമയം തൊട്ട് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് എനിക്ക്, അതായത് ഞാൻ എവിടെയെങ്കിലും, അതായത് മിക്കപ്പോഴും നടന്ന് ചെന്ന് റോഡിലൂടെ പോയി എനിക്കറിയാത്ത സ്ഥലത്ത് ചെന്ന് അവർക്ക് കൊടുക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്.
അപ്പം എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് പോലും ആയിട്ടില്ല. അപ്പം ഞാനത് മാതാവിനോട് ആ സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു. അതായത് എല്ലാവരും എന്നെ കളിയാക്കും, വർഷങ്ങളായിട്ട് പഠിക്കുന്നവർക്ക് പോലും ജോലി കിട്ടത്തില്ല. ആ പാട്ടിൽ ഇന്നലെ തുടങ്ങി നിനക്ക് എങ്ങനെ ജോലി കിട്ടാനാ, നിനക്ക് കിട്ടില്ല, നീ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എന്താണോ ചെയ്യുന്നത് അവർക്കത് കാണിച്ചു കൊടുക്കണം. അതുവരെയും എൻ്റെ ഉടമ്പടിയിൽ ആവശ്യം എനിക്ക് ആദ്യത്തെ അഡ്വൈസിലൂടെ ജോലി വേണമെന്നതായിരുന്നു. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ആദ്യത്തെ അഡ്വൈസിലൂടെ ജോലി മാത്രമല്ല പോകേണ്ടത്, എനിക്ക് 1ാം റാങ്ക് തന്നെ എന്നെ ഉയർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ദിവസങ്ങൾ ഞാൻ അങ്ങനെ പറയുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്കത് മാതാവ് തന്നു എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ച് എല്ലാ ദിവസവും മാതാവിനെ എൻ്റെ റിസൾട്ട് വരുന്നത് വരെയും മാതാവിന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കത് തന്ന് എന്നെ അനുഗ്രഹിച്ചതിന് മാതാവിന് ഞാൻ നന്ദി പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്നെ വഴക്ക് പറയും, നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്, നീ എക്സാം എഴുതുന്നത് അത്ര കോമ്പറ്റീഷൻ ഉള്ളൊരു ജില്ലയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നീ ഇങ്ങനെ വിശ്വസിച്ച് എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിനക്കത് കിട്ടിയില്ലെങ്കിൽ നിനക്ക് ഡിപ്രഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് നിനക്ക് പിന്നെ സഹിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മാതാവിലാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് മാതാവ് എനിക്ക് തരുമെന്ന് പറഞ്ഞ്. അപ്പം അതിനു മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ ജോലി തരുമെന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച ഏതെങ്കിലും ഒരു സ്കൂളിൽ എനിക്ക് എക്സാം സെൻ്ററായിട്ട് കിട്ടണമെന്നാണ്. അപ്പോൾ ഈ എക്സാമിന് പൊതുവേ ഒരു 100-400 സ്കൂളിൽ എക്സാം സെൻറ്റർ വരും. വെറും 3 സ്കൂളിൽ പഠിച്ച എനിക്ക് അതിൽ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പക്ഷേ ഞാൻ എന്തോ അങ്ങനെ മാതാവിനോട് പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം എനിക്ക് പേടിയായിരുന്നു, ദൈവം എനിക്കത് കിട്ടാതെ വരും. ആകെ 3 സ്കൂളിലും പഠിച്ച് 100-400 സെൻറ്ററും ഉണ്ട്. പക്ഷേ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ എവിടെയാണോ എൻ്റെ പഠിത്തം നിർത്തിയത് അതേ സ്കൂളിൽ എനിക്ക് മാതാവ് എക്സാം സെൻറ്റർ തന്നെ അനുഗ്രഹിച്ച് എനിക്കത് ബോധ്യപ്പെടുത്തി, മാതാവ് കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി. മാത്രമല്ല എനിക്ക് ആ എക്സാമിൻ്റെ ഡേറ്റ് കിട്ടിയത് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-നായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് വേണ്ടി എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്കത് കൂടുതൽ വിശ്വാസമാകുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിച്ചു. മാതാവ് എനിക്ക് തരും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നു. 2025 ജൂലൈ 18-നാണ് ഞങ്ങളുടെ റിസൾട്ട് വരുന്നത്. അപ്പം റിസൾട്ട് അറിയുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അതുവരെയും ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട് എൻ്റെ റിസൾട്ട് അപ്പം വരും. പക്ഷേ ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നിനക്ക് എന്തായിരുന്നു ഇത്ര ഉറപ്പെന്ന് ചോദിച്ചു 1ാം റാങ്ക് കിട്ടാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൽ അത്രയും വിശ്വാസമാണ്. അപ്പം പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നത്, നിനക്കാണ് അതിൽ മാർക്ക് ബൈ ഫസ്റ്റ് റാങ്ക്. അതായത് ആ ഒരു എക്സാം എഴുതിയിട്ട് എനിക്കതിൽ 1ാം റാങ്ക് തന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ മാതാവ് എന്നെ ഉയർത്തി. ഒത്തിരി പേര് കളിയാക്കുമായിരുന്നു, പക്ഷേ മാതാവ് എന്നെ അവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ മാതാവിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാതാവ് എനിക്ക് 1ാം റാങ്ക് തന്ന് എന്നെ ഉയർത്തുവാണെങ്കിൽ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞൊരു ഫ്ലെക്സ് വെക്കുമെന്ന്. അത് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ എൻ്റെ ആഗ്രഹം അതായിരുന്നു, മാതാവിന് നന്ദി പറഞ്ഞ് വെച്ചതിന് ശേഷമേ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വരുമെന്ന്. ഇന്നലെ രാത്രി 12 മണിക്ക് ആളെ കിട്ടാഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് ആ രാത്രിയിൽ നമ്മുടെ സ്ഥലത്ത് അവിടെ മാതാവിന് നന്ദി പറഞ്ഞ് ഫ്ലെക്സ് വെച്ചതിന് ശേഷമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എന്നെ ഇത്രത്തോളം എൻ്റെ ലൈഫിൽ ഉയർത്തിയ, മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.